നിരവധി വയലൻസ് സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും മലയാളത്തിൽ അടുത്ത കാലത്തായാണ് അത്തരം സിനിമകൾ നിർമ്മിക്കപ്പെട്ടത്. ആക്ഷൻ സിനിമാ പ്രേമികൾ ഇത്തരം സിനിമകളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മാർക്കോ ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റാവുകയും ചെയ്തു. അത് പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനു പകരം സിനിമയിലെ വയലൻസ് രംഗങ്ങളെ പ്രതിയാക്കുന്ന സമീപനം പല രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ്. സമാനമായ നിലപാടാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചത്. മാർക്കോ പോലുള്ള സിനിമകൾ തെറ്റായ രീതിയിൽ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സിനിമയിലെ വയലൻസ് നിയന്ത്രിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ഇതിൽ സർക്കാരിന്റെ പങ്ക് വലുതാണെന്നും സർക്കാർ ഇവിടെ നിഷ്ക്രിയമായി ഇരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മാർക്കോ അടക്കം സിനിമകളുടെ പേര് എടുത്തു പറഞ്ഞാണ് ചെന്നിത്തലയുടെ വിമർശനം. സിനിമയിലെ വയലൻസ് നിയന്ത്രിക്കണം. സിനിമകളിലെ അക്രമങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ സർക്കാർ ഇടപെടൽ അത്യാവശ്യമാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. വ്യാപകമായ ആക്രമണം നടക്കുകയാണ്. അതിനിടയിലാണ് സിനിമയിലെ വയലൻസ് കൂടുന്നത്. RDX, കൊത്ത, മാർക്കോ സിനിമകൾ അതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം ചിത്രങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കാനോ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലോ ശ്രമിക്കുന്നത് ആപത്കരമായ കാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം കേരളത്തിൽ നടക്കിയ കഴിഞ്ഞ ദിവസത്തെ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ സിനിമകളിലെ അക്രമങ്ങൾക്കെതിരെ സിനിമാ മേഖലയിൽ നിന്നുപോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.